ചില ആൾ കരയും, ഉമ്മ മരിച്ചിട്ടാകുമ്പോൾ എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ എന്നിട്ട് കരയും. ഹയാത്ത് കാലത്തിട്ട് ഒരു 100 ഊറി വിളിച്ചപ്പോൾ ഉമ്മാക്ക് ഉത്തരം നൽകിയിട്ടില്ല, ഉപ്പാക്ക് ഉത്തരം നൽകിയിട്ടില്ല അല്ലേ. 40ൻ്റെ അന്ന് പായസാക്കും, ഉപ്പാക്ക് പായസം ഇഷ്ടമെന്ന്. ഹയാത്ത് കാലത്ത് ഒരു പായസാക്കിയിട്ട് കൊടുത്തിന്, അയാൾക്ക് കൊടുത്തിട്ടില്ല. ഉപ്പ ഹയാത്തിലുണ്ടാകുമ്പോൾ പായസം കൊടുത്തിട്ടില്ല. അയാൾക്ക് ആശ ഉണ്ടായി കുറച്ച് ലൈറ്റ് ഷുഗർ ആങ്കിട്ടിട്ട് കൊടുക്കാൻ. വേണ്ട ഉപ്പാക്ക് അതാന്നില്ലാന്ന്. അയാൾക്ക് 110 കയറുന്നു. ഈ മംഗളത്തിൻ്റെ അടുത്ത് ബണ്ണ കിട്ടുന്ന പായസത്തിനെങ്കിൽ ഒരു കുടിക്കാൻ അളക്കുന്നില്ലല്ലേ അല്ല. എപ്പെങ്കിലും ഒരാശ അങ്ങനെ പോയെങ്കിൽ പോട്ട് ആയുസ് തീരുവ മരിക്കുന്നില്ലേ അല്ല. അങ്ങനെയല്ലേ. നമ്മൾ കൂടുതലായി ഉപ്പാനെ ഉമ്മാനെ കൺട്രോൾ ചെയ്യാനും പാടില്ല. അവർക്ക് സ്നേഹം കൊടുക്കുക, ദ്വാരക്കുക. ഉമ്മാക്കും ഉപ്പാക്കും നിങ്ങൾ എത്ര ദ്വാരക്കുന്ന് അത്ര റഹ്മത്തും ബറക്കത്തും അല്ലാഹു ഉമ്മാന്റെയും ഉപ്പാന്റെയും പൊരുത്തുണ്ടെങ്കിൽ അള്ളാന്റെ പൊരുത്തുണ്ട്. ഉമ്മാക്കും ഉപ്പാക്കും നിങ്ങളോട് ബേജാറുണ്ട്, വിഷമുണ്ട്, സങ്കടമുണ്ട്. എന്നാൽ അള്ളാഹ്ക്ക് നിങ്ങളോട് സങ്കടമുണ്ട്, ബേജാറുണ്ട്. റബ്ബ് നിങ്ങളോട് കോപത്തിലാണ്. ഉമ്മാക്കും ഉപ്പാക്കും നിങ്ങൾ ചെയ്യുന്ന നിയമത്ത് പോലെ ഒരു നിയമത്തും ലോകത്തില്ല. അതറിയണമെങ്കിൽ ഉമ്മ മരിക്കണം, ഉപ്പ മരിക്കണം. മരിച്ച പിന്നെ യാ റബ്ബേ ഉമ്മ ഉണ്ടായിനെങ്കാവട്ടി, ഉപ്പ ഉണ്ടായിനെങ്കാവട്ടി എന്നൊക്കെയുള്ള തോന്നൽ വരും. അതുകൊണ്ടൊരു കാര്യവുമില്ല. ഹയാത്ത് കാലത്ത് ഉമ്മാനെ ഉപ്പാനല്ലോ അല്ലേ. സക്കറാത്ത് ഭരിക്കുമ്പോൾ മക്ക വരുന്ന പാഞ്ഞുകൊണ്ടു ഉപ്പാക്ക് ബായിക്ക് വെള്ളം ഒഴിക്കാൻ. വീടുണ്ടാ കൊന്തൂറിലുണ്ട് അങ്ങനെ മരിക്കാൻ കിടക്കുന്നവരെ ബായിക്ക് വെള്ളം ഒഴിക്കുന്നേ ഇല്ലേ. മരിക്കാൻ കിടന്നവർക്കും വെള്ളം കൊടുക്കുകയല്ലേ? കൊടുക്കയില്ല. സക്കറാത്തിൽ കിടക്കുന്നൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയല്ലേ? കൊടുക്കുന്നില്ലേ? കൊടുക്കുന്നു. ഞാൻ കേട്ടത് കൊന്തൂർ നല്ല നാട്ടുകാരനാണ് ഉസ്താദ് എപ്പോഴും പറയല്. മരിക്കാൻ കിടക്കുന്നാക്കും വെള്ളം കൊടുക്കണം, ഹയാത്തുള്ളാക്കും വെള്ളം കൊടുക്കണം. അപ്പോൾ മരിക്കാൻ ആ സമയത്തുണ്ട് ഓരോരുത്തൻ വന്നിട്ട് പാഞ്ഞുകൊണ്ട് വന്നിട്ട് ഒഴിക്കുന്നു അല്ലേ. ഒരുത്തൻ തേന്, ഒരുത്തൻ സംസമു, ഒരുത്തൻ തണ്ണി, ഉപ്പാക്ക് ഇഷ്ടം എന്നിട്ട് എല്ലാം ഒഴിക്കുന്നു. അപ്പോൾ കിടക്കുവരത്തിൽ പോയപ്പോൾ ബായിൽ വെളുത്തിട്ട് വന്നോണ്ടോ ഒരുത്തൻ ചെല്ലി ഇത് വതളെ വന്നോണ്ട് അയാൾ ഉറങ്ങിനായിട്ടിരിക്കണോന്ന്, മരിച്ചിട്ടിരിക്കല്ലാന്ന്. മരിച്ചല്ലേ ഈ സക്കറാത്തിനാകുമ്പോൾ ഈ മാതിരി മക്ക എല്ലാം കൊടുത്തിട്ട് ഒഴിച്ചങ്ങ് പോകുന്ന അവിടേക്ക് തൊണ്ടയിലൊക്കെ ചെയ്യണ്ടേ തായോട്ട് സക്കറാത്തിൻ്റെ നമ്പലത്തിൽ. അപ്പോൾ ഒഴിച്ചത് കൊണ്ടായില്ല. ഹയാത്തുണ്ടാക്കുന്ന ഉമ്മക്ക് ഉപ്പക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. അത് സ്വന്തം ഉമ്മാക്കും ഉപ്പാക്കും അങ്ങനെയാണ്, ഭർത്താവിൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും അങ്ങനെയാണ്. ഉമ്മാവും മക്കളും ശ്രദ്ധിക്കണം, ഉമ്മാരും ശ്രദ്ധിക്കണം. വയസ്സുള്ള ഉമ്മാരെല്ലാം ഉണ്ടാവും. സ്വന്തം മക്കളോട് യാറെ പിരിസ, മോൻ്റെ ഓളോട് അത്ര കണ്ടങ്ങാന്നില്ല. മോൻ്റെ ഓള് ഇപ്പം ഗർഭിണിയായെങ്കിൽ നീ മാത്രമേ ഒന്ന് പെറ്റിന് അല്ലേ, നിക്ക് മാത്രമ്മ നങ്ങായിട്ടില്ലേ, 8 പെത്തിട്ടില്ലേ അല്ലേ, ഇങ്ങനെ പറയുന്നു. മോള് ഗർഭിണിയായെങ്കിൽ നീ റെസ്റ്റ് എടുക്കണോ, നീ ഒട്ടാശ അവിടെ സൊറലാക്കണ്ട. അവിടെ മോളെ ഭർത്താവിൻ്റെ പേരിൽ സൊറാക്കാൻ കഴിയില്ല, പണിയെടുക്കാൻ കഴിയില്ല. കാരണം ഓള് പ്രഗ്നൻറ്റ്, ഓക്ക് റെസ്റ്റ് വേണം. പിന്നെ മോൻ്റെ പെഞ്ഞായി ഔത്തുണ്ടു, ഓള് പ്രഗ്നൻറ്റ്, സെയിം അങ്ങനെ തന്നെ പ്രഗ്നൻറ്റ് ഓളും ആയെന്തില്ല, ഓക്ക് റെസ്റ്റ് ഇല്ല. ഈ ഭേദഭാവ നമ്മളെ കുടുംബത്തിൻ്റെ ഇടയിൽ അത് ഉമ്മമാർ ശ്രദ്ധിക്കണം. അല്ല പിന്നെ എന്ത് വയല് പറഞ്ഞെങ്കിലും യാറെ പിരിച്ച പെണ്ണ് മക്കളെ മക്ക അങ്ങനെയാണ്. അത് ഉമ്മാറെ പോക്ക് അങ്ങനെയാണ്. ഉപ്പാർക്ക് പിന്നെ വില അങ്ങനെ തീനെന്ത് വില യാറെ ടെൻഷൻ എടുക്കുക പുറത്തൊത്തില്ല. എല്ലാ പുള്ളി ചള്ളി എല്ലാം ഒന്നെ മക്ക മരുമൊക്കെ എല്ലാം നാരങ്ങും സമ. ഉപ്പാറ് പിന്നെ ബെല്ല കുറച്ചൊക്കെ എണ്ണി ഓർക്കൊന്നുണ്ടു മറുമോളെ നല്ലാക്കിങ്കെ കറക്റ്റ് ചായ ഇതെല്ലാം കിട്ടണമെങ്കിൽ മോളെ പിരിസാക്കിയിട്ട് ഗുണമില്ല ഇപ്പ. അപ്പോൾ ഉപ്പാറ് മെല്ലെ മക്കളൊക്കെ കൂട്ടിയൊന്ന് പഞ്ചായത്തികളിലായപ്പോൾ മർമോളു അബ്ബടെ കാല് വേണേ കളിക്ക് തണ്ണി കുടിക്കുക, അയിമ തട്ട തീരാന്ന് എയ്മ ഇവണ്ട് ഉമ്മ. ഈ മാമി മർമോളു വന്ന് ഗലാട്ടാനെ. ഉപ്പാക്ക് പിന്നെ അഡ്ജസ്റ്റ് ആയതുകൊണ്ട് പോന്നു പാപ്പ. അയാൾ പിന്നെ ആർക്കും വേണ്ടാത്ത ആള്, പിന്നെ മരുമോൾ ഇരിക്കട്ട് ബസ്സായ പിന്നെ പെഞ്ഞയ്ക്കും വേണ്ട ഈ കളവനെ. അങ്ങനെയാണ്. മക്കൾക്കും വേണ്ട. പിന്നെ എന്താക്കുന്നത്, മർമോളും നല്ല ഇരിക്കട്ടെ, ഒരു ചായ കിട്ടുമല്ലേ എന്തല്ലേ. അപ്പം അങ്ങനെ ആവാൻ പാടില്ല. സ്വന്തം മക്ക, സ്വന്തം മകൾ, സ്വന്തം മകൻ, സ്വന്തം മരുമകൾ, സ്വന്തം മരുമകൻ, ആ ഒരു ഭേദഭാവ ഉമ്മാൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണം. ഇതിലോ ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ ഇടയിൽ നിങ്ങൾ നീതി പാലിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു റഹ്മത്തും റാഹത്തും ചെയ്യട്ടെ. നമ്മൾ ഉമ്മാക്കും ഉപ്പാക്കും ദ്വാരക്കാത്തൊരു ദ്വായും ഉണ്ടാകാൻ പാടില്ല. അറിയുന്ന പോലെ ദ്വാരക്കണം. ഉമ്മാക്കും ഉപ്പാക്കും ദ്വാരക്കണം, മക്കൾക്ക് ദ്വാരക്കണം. ലാ തദുഅല ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കെതിരെ നിങ്ങൾ ദ്വാരക്കാൻ പാടില്ല. ദുആ വലിയ ആയുധമാണ്, ദുആ വലിയ സംഭവമാണ്. അള്ളാഹുടെ ദ്വാരക്കണം മക്കൾക്കെതിരായിട്ട്.
ഇതെന്തു മുസീബത്ത് പിടിച്ച മക്ക, ഹലാക്ക് പിടിച്ച മക്ക, മണ്ണ് തിണ്ടു പോകൂ. അങ്ങനല്ല അല്ലേ ശാപം വെക്കുന്ന വാക്കുകൾ ഉമ്മാന്റെ ഭാഗത്തുനിന്ന ഉപ്പ. അബ്ബവിന് ശാപം വെക്കാൻ പോകില്ല. ജാസ്തി പെണ്ണുങ്ങളാണ് ശാപവാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ പിന്നെ മക്കൾക്ക് ഉമ്മക്ക് തന്നെ ഗളട്ടാണ് മൊബൈൽ ഫോണക്ക് അല്ലേ. ഇത് മക്കൂട്ട മക്കല്ല MB കാലിയാക്കിയ ഉമ്മക്ക് പിന്നെ ഇതുണ്ട്, നെറ്റുണ്ടാ. ഉമ്മക്ക് നെറ്റില്ല, ആർസബറൊക്കെ ഇത് പിന്നെ ഗലാട്ട. ഏതുവാകട്ടെ ഉമ്മയും മക്കളും തമ്മിലുള്ള ജീവിതം, ഉപ്പയും മക്കളും തമ്മിലുള്ള ജീവിതം. ഒരു ഉമ്മയോ ഒരു ഉപ്പയോ മക്കൾക്ക് വേണ്ടി നല്ലത് ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ ഇടയിൽ മറയില്ല. ഒരു ഉമ്മയോ ഉപ്പയോ മക്കൾക്കെതിരെ ശപിച്ചാൽ അതിൻ്റെ ഇടയിലും മറയില്ല. അതല്ലാഹു സ്വീകരിക്കുകയാണ്, അല്ലാഹു കബൂലാക്കുകയാണ്. അതുകൊണ്ട് മക്കൾക്ക് ശാപം വെക്കാൻ പാടില്ല, മക്കളെ ശപിച്ചു പോകാൻ പാടില്ല. നാം മരിച്ചകന്നെ മയ്യത്ത് നോക്കോ തീറാന്ന് പറയാൻ പാടില്ല, അവന് ഹലാക്കായിട്ട് പോകൂന്ന് പറയാൻ പാടില്ല. ഒരു ഉമ്മയും ഒരു ഉപ്പയും മക്കൾക്കെതിരെ ശപിച്ചു പോകണ്ട. അങ്ങനെ ശപിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല, റബ്ബിന് പൊരുത്തമല്ല. ശപിക്കരുത്. മക്കളെ നല്ല ആരെയും ശപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. ഒരാളോടും വെറുപ്പില്ലാത്ത ഖൽബ്. അല്ലാഹുവേ ഞങ്ങളെ നീ അങ്ങനെ ആക്കണം. അല്ലാഹ്